Good morning, all of you. I am Sridevi, one of your English teachers. First of all, let me welcome all of you to our first year English classes. As you know, the classes this year are a little different. Like we are having the online supporting classes as the time requires. And I hope we can meet very soon face to face. Now, we will have an introduction to the language English. As I said just now, English is a language. And you know, we call something a language when we are able to communicate through that medium. നമുക്ക് മറ്റൊരാളോട് നമ്മുടെ ആശയങ്ങൾ സംവദിക്കാൻ സാധിക്കുന്ന എന്ത് മീഡിയത്തിനെയും നമ്മൾ ഭാഷ എന്ന് പറയാറുണ്ട്. It can be a language like English, Hindi or Malayalam. Or we can use sign language. We can use gestures to communicate our ideas. Then there are certain colors, certain objects which communicate certain ideas. So in a broad sense, ഇതൊക്കെ ഭാഷയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ആശയ സംവേദനത്തിന് ഉപയോഗിക്കുന്ന എന്ത് മാധ്യമത്തിനെയും നമുക്ക് ഭാഷ എന്ന് വിശാലമായ അർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷയെക്കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. I know that most of us find it difficult to learn and use the language properly. We just dislike, or some of you may hate this language. ഇംഗ്ലീഷ് പഠിക്കാനും ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയായിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. Of course, there are some factors which make the language difficult for a non-native speaker to learn and use properly. Non-native speaker എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടിൽ ജനിച്ചു വളരാത്ത മറ്റു രാജ്യങ്ങളിലെ ആൾക്കാർ എന്നുള്ളതാണ്. So, first of all, we will just go through some of the factors which make this language difficult for a foreign speaker. Here are some common difficulties that we find in the English language. The first and the foremost one is, of course, its grammar. എല്ലാ ഭാഷയ്ക്കും വ്യാകരണവും നിയമവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു രീതിയിലാണ് പലപ്പോഴും അതിനെ സമീപിക്കാറ്. ഒരു പ്രെജുഡിസ്ഡ് വ്യൂ ആണ്. The second one is the spelling and pronunciation. സ്പെല്ലിങ് പഠിക്കുന്നതിനും അല്ലെങ്കിൽ സ്പെല്ലിങ് വെച്ചുകൊണ്ട് പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസസും പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച അല്ലെങ്കിൽ ആദ്യം പഠിച്ച ഇംഗ്ലീഷ് വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് കോമ്പിനേഷൻ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പുതിയൊരു വാക്കിനെ പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു വാക്കാണ് ചെയർ. അതിൽ ച എന്നുള്ള ശബ്ദം വരുന്നത് CH കോമ്പിനേഷനിലാണ്. പക്ഷേ അതേ CH കോമ്പിനേഷനുള്ള വാക്കുകൾ എപ്പോഴും ച സൗണ്ടിൽ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നെയിം ഓഫ് ദ സബ്ജക്റ്റ് കെമിസ്ട്രി. There it starts with the spelling combination CH, but here it has the pronunciation K. Again, CHന് ച എന്നും ക എന്നും മാത്രമല്ല ഉള്ളത്. CH കോമ്പിനേഷൻ വരുന്ന മറ്റൊരു വാക്കാണ് ഷോഫർ, ഷെഫ്. ഇവിടെ CH കോമ്പിനേഷന് ഷ സൗണ്ടാണ്. അപ്പം ഈ ഒരു അനോമലി, സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനുമുള്ള ഒരു അനോമലി, ഒരു വ്യത്യാസം, അത് പലപ്പോഴും ഒരു നോൺ നേറ്റീവ് സ്പീക്കറിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് വേർഡ്സ് ഹാവിങ് ഡിഫറെൻറ്റ് മീനിങ്സ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. നമ്മളൊരു വാക്കിന് ഒരർത്ഥം പഠിച്ചു വെച്ച് വേറൊരു കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഈ വാക്കിന് ഒരുപക്ഷെ ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഒരു വേരിയൻറ്റ് മീനിങ് ആയിരിക്കും വരിക. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ദെൻ ദർ ആർ സം കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഇൻ റിലേഷൻ വിത്ത് ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ്. അതിൽ ചിലത് മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതിൽ ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റുന്നത് ഹോമോണിംസ്, വിച്ച് മീൻസ് words that sound alike but have different meanings. ഉച്ചരിക്കുന്നത് ഒരുപോലെയാണ് എങ്കിലും പലപ്പോഴും സ്പെല്ലിങ്ങും ഒരുപോലെയാണ് എങ്കിലും
അർത്ഥവ്യത്യാസമുള്ള ചില വാക്കുകൾ. അങ്ങനെയുള്ള പെയേഴ്സിനെയാണ് ഹോമോണിംസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അഡ്രസ്. അഡ്രസ്സ് നൗണായും വേർബായും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആസ് എ noun, it means an address of a person or an institution, an address on the cover. When we use it as a verb, addressing the audience. So the same word with the same pronunciation having different meanings. അതുപോലെ തന്നെയുള്ളതാണ് bark. Bark means the thick layer of a tree, or we can say barking of a dog. Then bear, it denotes an animal and the meaning to tolerate. അത് unbearable ആണ് എന്ന് നമ്മൾ പറയാറുള്ളത്. Then another one is the homophones, words that sound alike but with different spellings and different meanings. പറയുന്നത്, ഇവിടെയും പറയുന്നത് ഉച്ചരിക്കുന്നത് ഒരുപോലെയാണ് എങ്കിലും സ്പെല്ലിങ്ങിലും അർത്ഥത്തിലും വ്യത്യാസം വരുന്നതാണ്. ഉദാഹരണം 2O2 ആൻഡ് TWO2 രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എഗെയിൻ which, WHICH ആൻഡ് WITCH. WHICH എന്നുള്ളത് ഏത് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കുക. WITCH എന്നുള്ളത് ദുർമന്ത്രവാദിനി എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ വിച്ചസ് എന്ന് കേൾക്കാറുള്ളത്. എഗെയിൻ the word plain with the different spellings. PLAIN, plain land, a plain picture. Then another one PLANE, aeroplane എന്നതിൽ ഉപയോഗിക്കുന്നു. സോ ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആവാറുണ്ട്. Another one is the homographs. These are words with the same spelling but have different meanings and often they are pronounced differently. Look at the word BOW. It is pronounced bow as in arrow and bow, അമ്പും വില്ലും എന്നുള്ള അർത്ഥത്തിൽ. But it is pronounced bow as in bow before the king or bow before the God Almighty. Bow means തലകുനിച്ച് വന്ദിക്കുക. സോ ഇതുപോലെയുള്ള മറ്റൊരു വാക്കാണ് ക്ലോസ്, CLOSE. അവിടെ പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമില്ല. ക്ലോസ് മീൻസ് ടു ഷട്ട് ആസ് ഇൻ ക്ലോസ് ദ ഡോർ, ആൻഡ് ക്ലോസ് മീൻസ് ഇൻറ്റിമേറ്റ് ആസ് ഇൻ മൈ ക്ലോസ് ഫ്രണ്ട്. ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് നമ്മളെ പലപ്പോഴും ഇംഗ്ലീഷ് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്താറുണ്ട്. ആൻഡ് ദർ ആർ മെനി മോർ സച്ച് ഡിഫിക്കൽട്ടീസ് ഈവൻ ഫോർ എ നേറ്റീവ് സ്പീക്കർ. സോ നമ്മുടെ കാര്യം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. Now let us see the importance of English in our day-to-day life. English is called the global, universal or the international language, which means English is the language which is spoken in almost all parts of the world. ഒരുപക്ഷെ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ചൈനീസാണ് ഇംഗ്ലീഷിന് മുന്നിൽ വരുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ദ പ്ലേസസ് ഓർ ദ ഏരിയാസ് where the language is spoken, English comes first. Again, it is also known as the reference language. Reference language എന്ന് ഉദ്ദേശിക്കുന്നത് മിക്കവാറും എല്ലാ മേഖലകളിലെയും റെഫറൻസ് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. And hence, we can also call it the library language, where such reference texts are kept. Another important characteristic of English is the fact that it is the computer language. We know that computer is an unavoidable machine or a part of our life nowadays, and the programs are in English language. And again, another feature is that English is used as the medium for journals, magazines or medical journals, anything. There also English is used. So now we can come to the conclusion that English has an unavoidable part in our life. How much we deny or how much we find out the mistakes or the difficulties in learning the language, we have to admit that English
has acquired a place in all our lives. ഒരുപക്ഷെ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത്, മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ചെന്നാൽ അറ്റ്ലീസ്റ്റ് എ ലിറ്റിൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് ക്യാൻ ഹെൽപ്പ് us to survive there. So far, we have been discussing the importance of English in the present world, how it is unavoidable in our life. Now, we will move on to the history of this language, how it began, how it evolved, and how it reached its present position. Let us move on to the history of English language. നമുക്കറിയാവുന്നത് ഇംഗ്ലീഷ് എന്നത് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൻ്റെ ഭാഷ എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിന് മുൻപ് ലോകം മുഴുവൻ കോളനികൾ ഉണ്ടായിരുന്നതിനാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഈ ഭാഷയും കടന്നു ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിന് പല വെറൈറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. അമേരിക്കൻ ഓർ ഓസ്ട്രേലിയൻ, അങ്ങനെ പല വെറൈറ്റി, ഇന്ത്യൻ ഇംഗ്ലീഷ്. പക്ഷേ വി ഷുഡ് നോ ദാറ്റ് the English that we know today is not the original language of the people or the original people of the island of Britain. Let us see who were the first inhabitants of the island of Britain. The first people to inhabit the island of Britain were the Celts, and their language was known as the Celtic. And the languages like Welsh, Scots or Irish grew out of this Celtic language. ആദിമ നിവാസികൾ എന്നറിയപ്പെടുന്നത് ഒരു ഗോത്രവർഗമാണ്. കെൽറ്റ് എന്ന പേരുള്ള ഒരു ഗോത്രവർഗം. അവരുടെ ഭാഷയായിരുന്നു കെൽറ്റിക്. അതിൽ നിന്നാണ് ഇപ്പോഴുള്ള ചില ഭാഷകളുടെ പ്രാഥമിക രൂപമായ വെൽഷ്, സ്കോട്ട്, ഐറിഷ് തുടങ്ങിയ ഭാഷകൾ രൂപം കൊണ്ടുവന്നിരിക്കുന്നത്. Though these Celts were the first inhabitants of Britain, the present English language is not derived from their language. The land was conquered by many invaders, and all of them brought their own languages also. Later, the British people invaded places all over the world and borrowed words from those places too. Hence, we can say that the present English is an amalgam of all these languages. ഇന്ന് നമ്മൾ പഠിക്കുന്ന അല്ലെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എന്ന ഭാഷ ഈ കെൽറ്റ് വംശജരുടേതേ അല്ല. ഐലൻഡ് ഓഫ് ബ്രിട്ടൻ എന്നുള്ളത്, വി നോ ദാറ്റ് ആൻ ഐലൻഡ് ഈസ് എ പ്ലേസ് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ. അതിനാൽ തന്നെ വളരെ ഫെർട്ടൈലായ മിനറൽസിൻ്റെയും ഒക്കെ ധാരാളം ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്ന ഒരു പ്രദേശം, ഒരു ദ്വീപായിരുന്നു ബ്രിട്ടൻ. ആൻഡ് മെനി ഇൻവേഡേഴ്സ് അറ്റാക്ഡ്, കോൺകേർഡ് this island, and each of them brought with them their own languages. അങ്ങനെ പല പല ഇൻവേഡേഴ്സിനാൽ, ആക്രമണകാരികളാൽ പലതവണ ആക്രമിക്കപ്പെട്ട ഒരു പ്രദേശമാണ്, ഒരു ദ്വീപാണ് ബ്രിട്ടൻ. അവർ ബ്രിട്ടൻ ഭരിച്ച കാലങ്ങളിൽ അവരുടെ ഭാഷയും സംസ്കാരവും ജീവിത രീതികളുമൊക്കെ ഈ നാട്ടിലേക്കും കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, വെൻ ബ്രിട്ടീഷ് പീപ്പിൾ കോളനൈസ്ഡ് അതർ പ്ലേസസ്, മറ്റ് രാജ്യങ്ങളെ അവർ കോളനികളാക്കിയപ്പോൾ അവിടുത്തെ ഭാഷകളിൽ നിന്നുള്ള വാക്കുകളും ഇംഗ്ലീഷിലേക്ക് കടം കൊണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് എന്ന ഭാഷ ഒരു അമാൽഗമാണ്, ഒരു മിശ്രണമാണ്. പല പല ഭാഷകൾ ചേർന്ന ഒരു സങ്കര ഭാഷയാണ്. ബട്ട് വി ഷുഡ് സേ ദാറ്റ് they were ready to borrow necessary words from wherever possible. മറ്റൊരു ഭാഷയിൽ നിന്ന് കടം കൊള്ളുന്നതിന് അവരൊരിക്കലും മടി കാണിച്ചിരുന്നില്ല. അതിനാൽ തന്നെയാണ് ഇംഗ്ലീഷ് ഇസ് സ്റ്റിൽ എലൈവ്. ഇപ്പോഴും അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റ് ചില ലോകത്തിലുള്ള മറ്റ് ചില ഭാഷകൾ അവരുടെ വാക്കുകൾക്കപ്പുറത്തേക്ക്, ഒറിജിനലായിട്ട് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ഒരു വാക്കുപോലും ഉപയോഗിക്കുന്നതിനോ മറ്റ് ഭാഷകളിൽ നിന്നോ കടം കൊള്ളുന്നതിനോ തയ്യാറാവാത്തതിനാൽ മൃതഭാഷകളായി മാറിയ, ഡെഡ് ലാംഗ്വേജസ് ആയി മാറിയ
ഭാഷകളും ഈ ലോകത്തുണ്ട്. When you learn more about the history of language, you will know about such languages. The first group of invaders who attacked the island of Britain for the mineral deposits is the Romans. They were under the leadership of Julius Caesar, the great emperor, and they attacked the British island in 55 BC. During that war, the Celts, who were the earlier inhabitants, were enslaved, or some of them were killed, or some who were lucky enough escaped to the remote areas or forest land. അങ്ങനെ രക്ഷപ്പെട്ട കുറച്ച് പേര്, ആ ഒരു കെൽറ്റിക് വംശജരായിട്ടുള്ളവർ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സം ഓഫ് ദം വെൻറ്റ് ഓവർ ടു സ്കോട്ട്ലൻഡ് ആൻഡ് സം ടു ദ സദേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഇംഗ്ലണ്ട് ഇറ്റ് സെൽഫ്. അവരാണ് പ്യോർ ബ്രിട്ടീഷ് പീപ്പിളായിട്ട് കരുതപ്പെടുന്നത്. വെൽഷ് എന്ന ലാംഗ്വേജ്, വെയിൽസ് എന്ന ഒരു പ്രദേശമാണ് അവർ അന്ന് രക്ഷപ്പെട്ട്, ഈ ഇൻവേഡേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട് കുടിയേറിയതായി കണക്കാക്കപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് the descendants of that pure Celtic race is still there in Wales. അതേ ആ ഒരു പാരമ്പര്യം കൈമോശം വരാതെ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, കെൽറ്റിക് വംശജരുടെ പിന്തുടർച്ചാവകാശികൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. And when the Romans attacked and conquered the island of Britain, a lot of Romans came and settled in that land for agriculture and for digging out the minerals. And naturally, they brought with them their own customs and a new language, which is Latin. And they settled there, or they ruled the land for around 500 years. Later, they had to go back to the mainland. From mainland means യൂറോപ്പിലേക്ക് തന്നെ അവർ തിരികെ പോയി. But some of them, as it is a very long time, 500 years means a very long time, some of them prefer to live in that land. And so we can say that even though they left, traces of their language can be found in the present English language. For that, we can give the examples of bona fide, de facto, etc., vice versa, and so on. 500 വർഷങ്ങളോളം ബ്രിട്ടീഷ് ഐലൻഡിൽ താമസിച്ച ശേഷം റോമൻസ് അവരുടെ നാട്ടിലേക്ക് തിരികെ പോയെങ്കിലും കുറേ പേരൊക്കെ അവിടെ തന്നെ തുടർന്ന് താമസിക്കുകയുണ്ടായി. പുതിയ തലമുറയിലെ ആൾക്കാരാവാം. അതുകൊണ്ട് തന്നെ റോമൻസ് തിരികെ പോയെങ്കിലും അവരുടെ ഭാഷയും രീതികളും ഒക്കെ ഇംഗ്ലണ്ടിൽ വീണ്ടും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഐലൻഡിൽ വീണ്ടും തുടർന്നു. അങ്ങനെ ആ റോമൻ ഭാഷയുടെ ചില അംശങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ കാണുന്ന ചില വാക്കുകളായ ബോണഫൈഡ്, ഡി ഫാക്ടോ, എക്സെട്ര, വൈസ് വേഴ്സ തുടങ്ങിയവ. When the Romans left the British island, the sped away or the fled away Celtic came back and lived harmoniously with the Romans who preferred to stay back in England. അവർ സംസാരിച്ചിരുന്നത് കെൽറ്റിക് ഭാഷ തന്നെയുമായിരുന്നു. Of course, with the addings of the Latin words, certain Latin words. But the tale of the history of conquering was not ended there. When the Romans left, another group of Germanic tribes came and conquered the British island, and it was in 5th century AD. And these tribes crossed the North Sea from what is today known as Denmark or the northern part of Germany. And they were 7 in numbers, but 3 of them were prominent, and they were the Angles, the Saxons, and the Jutes. യഥാർത്ഥത്തിൽ ഈ ജർമാനിക് ട്രൈബ്സ് 7 ട്രൈബ്സ് ചേർന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിലും 3 ട്രൈബ്സ് ആയിരുന്നു അതിൽ പ്രബലന്മാരായിരുന്നത്. അതിനാൽ തന്നെ ടുഗദർ ദേ വർ കോൾഡ് ദ ആംഗ്ലോ സാക്സൺ ട്രൈബ്സ്.
And when these invaders came, the inhabitants, which means the Celtic people, the original inhabitants, they had to flee away again from this new group of attackers. അവർക്ക് വീണ്ടും അവരുടെ വാസസ്ഥലത്ത് നിന്ന് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. And these Anglo-Saxon tribes started ruling over the land. The Angles were the most prominent among these three tribes. ഈ മൂന്ന് ട്രൈബ്സിൽ തന്നെ ഏറ്റവും പ്രബലന്മാരായിരുന്നത് ആംഗിൾസ് ആയിരുന്നു. And they came from the place Englaland, and their language was called English, from which the words England and English are derived. The land of Angles എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലണ്ട് എന്നും their language എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷ് എന്നും വാക്ക് പ്രചാരത്തിൽ വന്നു തുടങ്ങി. And actually this is the starting point of the history of the modern English language. Here is given a graphical representation of the attack of the Anglo-Saxons over the Britain, the British island. They came from the European mainland and attacked the British island. As the Romans brought with them their own language, Latin, the Anglo-Saxons started to spread their own language in the island. So it has a major role in the building up of the present English language. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ആണെന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് over 80% of the present English language came from the Anglo-Saxon language. And these people, these Anglo-Saxons were agricultural people, which means related to farming. Their main occupation was farming. And naturally words related to farming came into English language from them. അവരുടെ പ്രധാന തൊഴിൽ കൃഷി ആയിരുന്നതിനാൽ തന്നെ അവരുപയോഗിച്ചിരുന്ന വാക്കുകളും അതിനോട് ചേർന്ന് അല്ലെ അതിനോട് ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പല വാക്കുകളും originally they are Anglo-Saxon words. For example, words like sheep, shepherd, plow, field, work. There are so many others also. Moreover, there were words, some basic words or some building blocks of the language that the Anglo-Saxons used to describe people and places also came into English language. Words like the, is, you, here and there are some examples of such an influence. We are concluding the class for today. We will continue with the history of English language in the next video. Thank you.